വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഫ്രൈ ആണ്. ഇത് എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് വെളുത്തുള്ളി 12 അല്ലിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്. ഇതെല്ലാം കൂടെ ഞാൻ ചതച്ചെടുക്കുകയാണ്. കുക്കറിൽ 1 കിലോ ബീഫാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഈ ചതച്ച് വെച്ചിട്ടുള്ള പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും അതിലേക്ക് ചേർക്കുകയാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, എന്നിട്ടിത് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം മിക്സാക്കി കൊടുക്കുക. ഇതിലേക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുക്കർ മൂടി വെച്ചിട്ട് 3 വിസിൽ വരുന്നത് വരെയാണ് ഞാനിവിടെ വേവിച്ചിട്ടുള്ളത്. ഇതിൽ കണ്ടല്ലോ, നമ്മൾ വെള്ളം ഒഴിക്കാതെ തന്നെ ഇറച്ചിയിലുള്ള വെള്ളം തന്നെ ഉണ്ട്. ഇനി നമ്മൾ ഒരു പാന് വെച്ചിട്ട് ഒരു 4 ടീസ്പൂൺ വരുന്നത് വരെ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. ഇതിലേക്ക് വേണ്ടത് വലിയ ഉള്ളിയാണ് ഞാൻ ഇവിടെ മുറിച്ച് വെച്ചിട്ടുള്ളത്. ഇതാണ് ഞാൻ ചേർക്കുന്നത്, കറിവേപ്പിലയും. ഇനി ഈ ചൂടായ എണ്ണയിലേക്ക് ഉള്ളി ഇട്ടിട്ട് വാട്ടിയെടുക്കുകയാണ്. കുറച്ച് നന്നായി വാടിയതിന് ശേഷം ബ്രൗൺ കളർ ആവണമെന്നില്ല. ആ ഒരു സമയത്ത് നമുക്ക് ഉണക്കമുളക് ഉണ്ടെങ്കിൽ ഒരു 3 എണ്ണം മുറിച്ചിട്ട് അതിലേക്കിടാം. പിന്നെ കറിവേപ്പില ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. കുറച്ചൊന്ന് വഴണ്ടതിന് ശേഷം നമുക്ക് ഈ ഇറച്ചി കൂടെ ഇതിലേക്ക് ചേർത്ത് ഒരു 10 മിനിറ്റിന് ശേഷം നമ്മളിതിലേക്ക് കുരുമുളക് വിതറി കൊടുക്കുക. എന്നിട്ട് അത് മിക്സ് ചെയ്ത് ഇളക്കിക്കൊണ്ടിരിക്കുക. 10-15 മിനിറ്റ് ആയതിനു ശേഷം കുരുമുളക് പൊടി 2 ടീസ്പൂണും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. നന്നായി ഇളക്കി കൊടുത്ത് 10-15 മിനിറ്റോളം തീയിൽ തന്നെ വെക്കുക. ചെറു തീയിലാണ് വെക്കേണ്ടത്. എന്നിട്ട് നമ്മൾ നെയ്യ് ഉണ്ടെങ്കിൽ 1 സ്പൂണ് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു നെയ്യും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ. എന്നിട്ട് നമുക്ക് പ്ലേറ്റിൽ സെർവ് ചെയ്യാം. നല്ല രുചികരമായ ബീഫാണ്. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.